പശ്ചിമേഷ്യയിൽ സമാധാനത്തിന് ആഹ്വാനം ചെയ്ത നരേന്ദ്രമോദി. സൈനിക നടപടിയിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാകില്ല, ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണം. എല്ലാ സമാധാന ശ്രമങ്ങളും പിന്തുണയ്ക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. केवल मिलिट्री कॉन्फ्लिक्ट से किसी भी मुद्दे का समाधान नहीं निकल सकता। यूक्रेन हो या पश्चिमी एशिया, हम संघर्ष की शीघ्र समाप्ति और शांति के हर प्रयास का समर्थन करते रहेंगे। हम इस बात पर भी सहमत हैं कि बढ़ते हुए ग्लोबल चैलेंजेस के समाधान के लिए ग्लोबल इंस्टीट्यूशंस का रिफॉर्म आवश्यक ही नहीं, अर्जेंट भी है. YS അഭിനന്ദന്റെ വിവരങ്ങൾ നൽകാൻ അഭിനന്ദ വിശദാംശങ്ങൾ. ഫിൻലാൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബ്ബുമായിട്ട് ഹൈദരാബാദ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനപ്പെട്ട ചില കരാറുകളിൽ ഒപ്പുവെച്ചതിന് ശേഷമുള്ള സംയുക്ത പ്രസ്താവനയിലാണ് പശ്ചിമേഷ്യൻ സംഘർഷങ്ങളെ പറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത്. സൈനിക നടപടികളിലൂടെ ഒരു കാര്യവും നമുക്ക് അതിന് പൂർണ്ണ തോതിലെത്താൻ കഴിയില്ല. സമാധാനത്തിലൂടെ മാത്രമേ അതിനകത്ത് വിജയകരമായി ഈ യുദ്ധം അതിന് പരിഹാരമുണ്ടാക്കാൻ കഴിയൂ എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. നിയമങ്ങൾ പാലിക്കുന്ന ഒരു ലോകക്രമം വേണം. ഇപ്പോൾ പല രാഷ്ട്രങ്ങളും പലതരത്തിലുള്ള ലോകക്രമങ്ങളാണ്, നിയമക്രമങ്ങളാണ് പാലിക്കുന്നത്. പാടില്ല. എല്ലാവരും ഒരേ തരത്തിലുള്ള നിയമങ്ങൾ പാലിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തണം. ഐക്യരാഷ്ട്ര സംഘടനകളെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി, അന്താരാഷ്ട്ര സംഘടനകളെ നവീകരിക്കാൻ വേണ്ടി ഇടപെടൽ എത്രയും വേഗം ഉണ്ടാകണം എന്ന നിർദ്ദേശമാണ് നരേന്ദ്രമോദി വ്യക്തമാക്കിയത്. പക്ഷേ ഇറാന്റെ പരമോന്നത നേതാവ് ഖമനയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പ്രതികരണത്തിനും ഇന്നും നരേന്ദ്രമോദി തയ്യാറായിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എക്സ് പോസ്റ്റിലൂടെ അടക്കം പോലും പലതരത്തിലുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്ന നരേന്ദ്രമോദി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം കാനഡ പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു ആദ്യഘട്ടത്തിൽ ഒരു പ്രതികരണം ഉണ്ടായത്. ഇപ്പോൾ വീണ്ടും അതുപോലെ തന്നെ ഒരു പ്രതികരണമല്ലാതെ മറ്റൊരു തരത്തിലുള്ള പ്രതികരണവുമില്ല. സമാധാനത്തിലൂടെ മാത്രമേ മുന്നോട്ട് പോകുവാൻ കഴിയൂ. സൈനിക നടപടിയിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാകില്ല, ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് നരേന്ദ്രമോദി വ്യക്തമാക്കിയത്. എന്തായാലും നരേന്ദ്രമോദിയുടെ അനക്കമില്ലായ്മ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളടക്കം രംഗത്തെത്തിയിട്ടുണ്ട്. പവൻ ഖേരയുടെ വാർത്താ സമ്മേളനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. എപ്സ്റ്റീൻ ഗ്യാങ്ങിൽ നിന്ന് അനുവാദം ലഭിച്ചാൽ മാത്രമേ പ്രധാനമന്ത്രി മൗനം വെടിയൂ. എപ്സ്റ്റീൻ ഗ്യാങ്ങിന്റെ പിടിയിലാണ് നരേന്ദ്രമോദി എന്നടക്കമുള്ള രൂക്ഷ വിമർശനമാണ് പവൻ ഖേര ഉയർത്തുന്നത്. എന്തായാലും സമാധാനം പുലരട്ടെ എന്നുള്ള ഒരൊറ്റ വാക്കിൽ ഒതുക്കുകയാണ് ഈ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രതികരണങ്ങളൊക്കെ നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും.